ടൈഗറിന് തൊട്ടടുത്ത് നിൽക്കാൻ പറ്റിയ ടൈഗർ ഉണ്ടോ ഇവിടെ? ടൈഗറുള്ള ഏരിയ സമയത്തും മിനിയാന്ന രാത്രി ടൈഗറിനോട് 7:20 നമ്മളിപ്പോ 6:20 നമ്മളിപ്പോ കാട്ടിന് കണ്ടില്ലേ ആ ഗ്രൗണ്ടില്ലേ അവിടുന്ന് 6:20 ശബ്ദം വന്നു. മാനം ഒച്ച ഉണ്ടാക്കണ്ടായി. അപ്പൊ ഞാൻ ഈ റിസോർട്ട് ഉണ്ടല്ലോ അപ്പൊ അത് കൂട്ടിട്ടായിരുന്നു. ഒരു വർഷമായി കൂട്ടിയിട്ട് കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പൊ അത് നമ്മളെ 2 പിള്ളേരാണ് അത് നൈറ്റും എല്ലാം നോക്കുന്നത്. ഞാൻ മിനിയാന്ന് ഞാൻ ഇവിടെ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ വൈകിട്ട് അങ്ങോട്ട് പോയി, എല്ലാവരും കൂടി പോയി കുറച്ച് നേരമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഓണർ നമ്മളെ ഫ്രണ്ടാണ്, കണ്ണൂർക്കാരൻ മറന്നു പറയാം. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലെ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. മേലെ നിൽക്കുന്ന സമയത്തുണ്ട് മാൻ്റെ ഭയങ്കര ശബ്ദം ഇടുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു ടൈഗർ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല. കുറച്ച് ടൈം കഴിഞ്ഞപ്പോ തന്നെ ടൈഗറിന്റെ ശബ്ദം ആ റോഡിന്റെ തൊട്ടിറക്കി തന്നെ നമ്മൾ വന്ന വഴിയിൽ അവിടെ തന്നെ ടൈഗറിന്റെ ഭയങ്കര ശബ്ദം. ഞങ്ങൾ മേലെ കാപ്പിയൊക്കെ മതിയാക്കിയിട്ട് അവിടെ വെച്ച് ഞങ്ങള് ഗേറ്റിന്റെ അടുത്ത് വരെ നിന്നു. ഒരു 8 മണിവരെയൊക്കെ വെയിറ്റ് ചെയ്തു. കാണാൻ പറ്റില്ല, ശബ്ദം കേട്ടു. ഭയങ്കര ശബ്ദമാണ്. ശബ്ദം കേട്ടാ മതി ടൈഗറിന്റെ. അതന്നെ ഭയങ്കര ഒരു പിന്നെ ടൈഗർ ശബ്ദം കിലോമീറ്ററോളെങ്കിലും കേൾക്കുന്നതാണ്. പിന്നെ ശബ്ദം മാത്രല്ല, ഇപ്പൊ ഇവനെ ഇപ്പൊ നടക്കുമ്പോന്ന് പറഞ്ഞാലേ ഇവന്റെ മൂച്ച് എന്ന് പറഞ്ഞ ശ്വാസം വിടുന്ന ശബ്ദം അത് തന്നെ നമ്മൾ പേടിച്ചു. ശ്വാസം വിടുന്ന ശബ്ദത്തിൽ തന്നെ നമ്മൾ പേടിക്കും. പിന്നെ ഇവനുണ്ടാക്കുന്ന ശബ്ദമുണ്ട്, അത് ഇവിടെ കിടന്നിങ്ങനെ മുഴങ്ങും കിടന്നുണ്ട്. അപ്പൊ അവന്റെ ശരിയായിട്ടുള്ള സ്വഭാവം പുറത്തു വരുമ്പോഴുള്ള ഇതെന്താണെന്ന് നമുക്ക് അറിയില്ല. അതായത് ഇവൻ ഈ പച്ചറിച്ചാണല്ലോ കഴിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് ഓടി പെട്ടെന്ന് ഇവന്റെ ഹീറ്റ് ആവും. അതുകൊണ്ടാണ് ഈ തണുപ്പ് ഈ ചതുപ്പ് സ്ഥലങ്ങളിലും വെള്ളത്തിലും ഇറങ്ങി ഫുൾ ടൈം കിടക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇവര് വെള്ളത്തിൽ തന്നെ ഇരിക്കുള്ളൂ. ഫുൾ ടൈം വെള്ളത്തിൽ ഇറങ്ങി കിടക്കും. ഈ ഒരു ഹണ്ടിങ് കഴിഞ്ഞാല്, ഒരു ഹണ്ടിങ് എന്ന് പറഞ്ഞാല് ഒരു കാട്ടുപോത്തിന് ഇപ്പൊ അവൻ അടിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു മാന്യം കാട്ടുപോത്തിന് അങ്ങനെ കയറി ഈസിയായിട്ട് അടിക്കാൻ പറ്റില്ല. അതിന് ഒരാളെ ഇവൻ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ തന്നെ ആയിരിക്കും ഇവൻ. അതൊരു 3-4 ദിവസമൊക്കെ പിടിക്കും ചിലപ്പോഴൊക്കെ കൂടിയാല്. ഇവന്റെ മൂവിങ്സും കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം കയറി അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇവൻ ഒരു 350 കിലോ ടോപ്പ് ഇതുപോലെ വരുന്നത് 400 കിലോ ആണ് ഒരു ടൈഗറിന്റെ ശരിക്കുള്ള വെയിറ്റ്. ഈ 400 കിലോ വരുന്ന ഒരു ടൈഗർ 1000-1500 കിലോ ഉള്ള ഒരു കാട്ടുപോത്തിന് അടിക്കാന്നുണ്ടെങ്കിൽ ഇത്രയും ഇപ്പൊ കണ്ടില്ലേ, അത്രയും മസിൽ പവർ ഉള്ളവർ തന്നെ വീഴ്ത്താന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അവന്റെ പവർ മുഴുവൻ കൈമലാണ്, കാൽമലല്ല, ബാക്കല്ല, ഫ്രണ്ടാണ്. ഈ ഫ്രണ്ടിലെ കൈ വെച്ചിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാല് മണ്ട തന്നെ തെറിച്ചു പോകും, നമ്മളെ കഴുത്ത് തന്നെ തെറിച്ചു പോകും. അതേ പവറാണ്. ഈ കൈയുടെ വെച്ചിട്ടാണ് ഇവൻ അടിച്ചിരുത്തുന്നത്. പല്ലും കൊണ്ട് കടിച്ച് അവന് സ്പോട്ട് അറിയാം, ബ്ലഡ് വരുന്ന ആ വെയിൻ പോകുന്നത് കറക്റ്റായിട്ട് അവനറിയാം. ഈ ഇതുമല്ലേ അവൻ പിടിക്കുള്ളൂ, പല്ല് കൂട്ടി പിടിക്കുന്നത്. ഇത് കൂട്ടി പിടിച്ച് കഴിയുമ്പോൾ തന്നെ ഇവന്റെ ആ ലാസ്റ്റ് ബ്ലഡൊക്കെ പോയിട്ട് ഓക്സിജൻ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കണ്ണൊക്കെ മറിഞ്ഞ് ഇങ്ങനെ വരും. അത് ഞാൻ ബന്ദിപ്പൂരിന്നാണ് ശരിക്കും അതിനെ കണ്ടത്. പിന്നെ അറ്റാക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ കഴുത്തിന് പിടിച്ചിട്ട് ഇരുത്തി കളയും. ഇരുന്ന് കിടക്കും. ലാസ്റ്റ് ആയപ്പോ വീഴും. പിന്നെ അവൻ വലിച്ചിട്ട് പോകും. ഇതിന് സേഫ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവൻ ഇതിനെ ഇടും, വലിച്ചിട്ട് പോകും ഒറ്റയ്ക്ക് തന്നെ. പിന്നെ ഇവനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഡോഗിനെ പോലെ തന്നെ ഇവൻ ഒരേ ഡ്രോപ്പ് യൂറിൻ പാസ് ചെയ്യും. ഇവനെ ഇവിടെ കാട്ടുപോത്തിനെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഏറെ എന്തായിക്കോട്ടെ അതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ഈ റൗണ്ടിൽ ഒരേ ഡ്രോപ്പ് യൂറിൻ പാസ് ചെയ്യും. ഇതിന്റെ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ വേറെ ഒരു അനിമൽസും ഇതിന്റെ ഉള്ളിലോട്ട് വരൂല എന്നാണ് അവർക്കറിയാം. എവിടെയെങ്കിലും പതുങ്ങി കിടക്കും, സന്ധിന്റെ ഉള്ളിൽ ഏതെങ്കിലും ചെടിയുടെ പുറ്റയുടെ ഉള്ളിൽ പതുങ്ങി കിടക്കും. എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവനിപ്പോ ഒരു കാട്ടിനെ അല്ലെങ്കിൽ ഒരു കടമാനെ അടിച്ചു കഴിഞ്ഞാല് ആ ഫ്രഷ് ആയിട്ട് കുറച്ചേ കഴിക്കുള്ളൂ മീറ്റ്, വളരെ നിസ്സാരം കഴിക്കുള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇവന് കാവല് കിടക്കും. പിന്നെ കഴിക്കുന്നത് ഒരു 1-2 ദിവസമോ 3 ദിവസമോ കഴിയുമ്പോഴേ കഴിക്കുള്ളൂ. പിന്നെ മീറ്റ് ഒന്ന് ഉടയണം. ആ മീറ്റ് ഉടഞ്ഞതിന് ശേഷവും ഇവൻ പിന്നെ അതുമ്മ കയറുള്ളൂ, കഴിക്കാൻ തുടങ്ങുള്ളൂ.
അത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ അത് ഫുള്ളായിട്ട് ഒരുവരൊക്കെ കാലിയാക്കും. അപ്പോൾ ഒരു ടൈഗർ കില്ല് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അനിമൽസിന് ഭക്ഷണം കിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കഴിച്ച് ബാക്കി വെച്ചിട്ട് പോകും. പിന്നെ ആ ഭാഗത്തോട്ട് വരില്ല ഇവൻ, പിന്നെ വരില്ല. ഇവൻ കഴിച്ച് കഴിയുമ്പോഴത്തേനും അതിന്റെ ബാക്കി നോക്കിയിട്ട് ലെപ്പേഡ് വരും. ലെപ്പേഡ് വരുമ്പോ വേറെ ആരും വരില്ല കേട്ടോ. ആ ലെപ്പേഡ് വന്നിട്ട് അവന്റെ മീറ്റും അവൻ കഴിക്കും. അവനും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഇവരാണ് വന്നത് വൈൽഡ് ബോർ, കാട്ടുപന്നി വന്നു കഴിഞ്ഞിട്ട് ഈ കുടലും പണ്ടവും ആ സാധനങ്ങളൊക്കെ അവര് കഴിക്കും. അവര് കഴിച്ചു കഴിയുമ്പോഴത്തേനും വളിച്ചറ് വരും. വളിച്ചറ് വന്നു കഴിഞ്ഞാല് സ്റ്റോണിന്റെ ഉള്ളിൽ നിന്നുള്ള മീറ്റൊക്കെ അവൻ ഇങ്ങനെ പതിയെ പതിയെ അവൻ കഴിച്ചു. പിന്നെ അപ്പൊ കൊറേ പേര് വന്നല്ലേ, വയൽ ലോകം വരും. കാട്ടുപട്ടി വന്നു കഴിഞ്ഞിട്ട് അവന് പറ്റിയത് കുറെ അങ്ങോട്ട് എല്ലുമെന്നൊക്കെ അവൻ കുറെ കഴിക്കും. പിന്നെ വളിച്ചർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോൺ അവൻ കഴിച്ചിട്ട് പോകണത്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചു, മനുഷ്യരായ തമ്മ മാത്രമേ ഉള്ളൂ ഒരു മൃഗത്തിന്റെ ബോട്ടി കഴിക്കണത്. പണ്ടവും കുറലും കഴിക്കണത് നമ്മള് മാത്രമേ ഉള്ളൂ. ഇവര് കഴിക്കില്ല. അതെ, അവർക്കറിയാം. ലെപ്പേഡായാലും ശരി, ടൈഗർ ആയാലും ശരി, ഈ രണ്ട് മൃഗങ്ങളും ഒരു മൃഗത്തിന്റെയും ബോട്ട് ഈ പണ്ടവും കുറലും അവർ കഴിക്കില്ല. അത് കറക്റ്റ് ആയിട്ടാണ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ അനിമൽസിനും രണ്ട് കാലുമ്പോ നടക്കുന്ന നമ്മളായാലും നമുക്ക് അസുഖങ്ങൾ തുടങ്ങുന്നത് നമ്മൾ ഈ വയറിൽ നിന്നാണ്. ഈ പണ്ടത്തിൽ നിന്നാണ് നമ്മളെ ബോട്ടിൽ നിന്നും കുടലിൽ നിന്നും ഒക്കെയാണ് നമുക്ക് അസുഖങ്ങൾ തുടങ്ങുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, മൃഗത്തിനായാലും അതെ മനുഷ്യരായാലും അതെ. അപ്പൊ അവരത് കഴിക്കില്ല. നമ്മളാണ് കല്യാണത്തിന്റെ തലേദിവസം പോയാലും പോട്ടിക്കറിയും, തട്ടുകടയിൽ പോയാലും പോട്ടിക്കറിയും പൊറോട്ട കൂട്ടി കഴിക്കണം. ഇത് എന്തുമാത്രം ക്ലീൻ ആണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ ക്ലീൻ ചെയ്യണത് നമ്മൾ അതിന് കടക്കാര്, തട്ടുകടക്കാര്, ഫുട്പാത്ത് കച്ചവടക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് എത്ര സമയം ഉണ്ടായിരിക്കും ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ? ഒരുപാട് ടൈം വേണം. അവർക്ക് മറ്റുള്ള ഫുഡുകൾ ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നന്നായി കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് നമ്മളിപ്പോ ഒരു വീടിന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ മാത്രമല്ല, ഒരു ടൗണിൽ കച്ചവടം ചെയ്യുമ്പോൾ ആ ടൗണിൽ വന്ന് പോകുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും തട്ടുകട ആശ്രയിക്കുന്നത്. യാത്രക്കാരാണ്. അതിപ്പോ എന്തെങ്കിലും വെച്ചു കൊടുത്ത് ആട് കഴിക്കും, അതാണ് കഴിക്കും. പക്ഷെ ഇവര് തൊടൂല. നമ്മളേലും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇവര്. മനസ്സിലായ അസുഖങ്ങൾ തുടങ്ങുന്ന അതുകൊണ്ടാണ്. അപ്പൊ ടൈഗറും ലെപ്പേഡും ഈ സാധനം കഴിക്കില്ല. അവരത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മീറ്റാണ് കഴിക്കുള്ളൂ. പിന്നെ കഴിക്കുന്ന ആരാണ്? പന്നിയാണ്. കുടലിന്റെ ഭാഗത്തുള്ള ആ നെയ്യും ഇതൊക്കെ മാലമാരെ നെയ്യുണ്ടാവൂലേ, അതൊക്കെ ഇവര് ഭയങ്കരമായിട്ട് അടിക്കും. പന്നി വയൽബോറിന് പിന്നെ അതൊന്നും കാട്ടുപന്നിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അവര് നന്നായിട്ട് അത് ഉപയോഗിക്കും. അപ്പൊ പിന്നെ ആ ഒരു ടൈഗർ ആ ഒരു കില്ലിങ് നടന്ന് അവന് ആ അത്രയും മാംസം അടിച്ചങ്ങോട്ട് കയറ്റും. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 6-7 ദിവസത്തേക്ക് അവന് വേറെ ഫുഡൊന്നും വേണ്ട. പിന്നെ കില്ലിങ് ഒന്നുമില്ല. പിന്നെ അവന് എന്ത് മുമ്പിൽ കൂടെ നമ്മ പോയാലും മാൻ പോയാലും അവൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ അവന് വേണ്ട, പിന്നെ തൊടില്ലവൻ. പിന്നെ അവന് ഈ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കും. സിംഹം അങ്ങനെ മൈനില്ല. ടൈഗർ ചിലപ്പോ കൊന്നുകളയും. അതിലെന്തേലും ഇതുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ആൾക്കാരോട് ആറ്റിറ്റ്യൂഡിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. ലയൺ നമ്മളവിടെ ഇല്ല. നമ്മൾ ആസാം, ഗുജറാത്ത് അതേപോലുള്ള കാടുകളിലേ ഉള്ളൂ. പക്ഷെ അവരുടെ ക്ലൈമറ്റിന്റെയും ആ ലയന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ടൈഗർ അതല്ല. ടൈഗർ ഇപ്പോ ഈ നമ്മളെ ഈ തണുപ്പിലും അവനിപ്പോ പൊരിഞ്ഞ വെയിലുള്ള ചൂടിലാണെങ്കിൽ അവൻ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് എപ്പോഴും മാറുമെന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാല് പെട്ടെന്നായിരിക്കുള്ളൂ അറ്റാക്കിങ് ഇത് ചെയ്യണത്. ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച 3 പേരെ അടിച്ചു. അല്ല, ബന്ദിപ്പൂര് സാധാരണ സഫാരി ക്ലോസ് ചെയ്തേക്കാണ് ഇപ്പൊ. നമ്മള് പത്രത്തിൽ ടൈഗർ ഡേഞ്ചർ തന്നെയാണ്. പക്ഷേ ഇപ്പോ ചില ടൈം അവര് ഈ പറഞ്ഞത് ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈ 16 വയസ്സിലുള്ള ഇപ്പൊ 55 വയസ്സിൽ ആയി 16 വയസ്സുള്ള കാർ യാത്രയില് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഇതെന്റെ എക്സ്പീരിയൻസ്, എന്റെ ഏറ്റവും വലിയൊരു ഇത്
ഞാൻ ടൈഗറും കൂടി ഒരു 6 മീറ്റർ അകലുണ്ടായുള്ളൂ. അതായത് ഞാൻ ഇവിടുന്ന് രാവിലെ എൻ്റെ പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് ഒരു 6 പിള്ളേരുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഒരു മോർണിംഗിൽ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ ഒരു ക്ലാസ് കൊടുത്തിട്ട് ഇറങ്ങിയത്. ശബ്ദം ഉണ്ടാക്കരുത്, വളരെ സൈലന്റ് ആയിട്ട് വരണം, അനിമൽസ് ഉള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മളെ ട്രക്കിങ്. പിന്നെ കൈ ചൂണ്ടി കാണിക്കരുത്. അപ്പൊ അവർക്ക് അത് ഭയങ്കര ഭയം വരും. ലാൻഡ്മാൻസിന് കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ അതേ നിൽക്കണം ആദ്യം നിൽക്കണമെന്ന് പറയരുത്. ഇത് കാണിക്കുമ്പോൾ അവർക്ക് പേടിയാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ അവര് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും ഒപ്പം തന്നെ നടക്കണം. ശബ്ദം കേട്ട തിരിഞ്ഞൊന്നും പോകരുത്. അങ്ങനെ പറഞ്ഞ് ക്ലാസ് കൊടുത്തിട്ട് പോന്നു. ഈ മണ്ട കയറി അങ്ങനെ മേലെ ചെല്ലുമ്പോൾ ഈ മണ്ടയുടെ മേലെ വലിയൊരു കുളമുണ്ട്. അത് നമ്മളെ ബ്രിട്ടീഷുകാരുള്ള സമയത്തുള്ള സാഹിബന്മാരുടെ വലിയൊരു ബംഗ്ലാവ് അവിടെ കിടപ്പുണ്ട്. വലിയൊരു കുളമുണ്ട്. അന്ന് ആ കുളത്തിൽ ഇവര് പെഡൽ ബോട്ട് ഉപയോഗിച്ചിരുന്നാണ് സാഹിബന്മാരെ. കുളത്തിൽ അത്രയും വലിയ കുളമാണ്. അപ്പോൾ ഇവര് ഹണ്ടിങ്ങിനൊക്കെ പോകണം. ആ കുളത്തില് ബോട്ട് ഉപയോഗിച്ച് അങ്ങനെ കരയിൽ വെള്ളം കുടിക്കാൻ വന്ന അനിമൽസിനെയൊക്കെ ഇവര് വെടിവെക്കും. എന്ന ടൈം ആ കുളമൊക്കെ ഇപ്പോഴും ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ മണ്ട കയറണം മേലോട്ട്. കുറച്ച് നടക്കണം. അപ്പോൾ രാവിലെ ഞാൻ ഇവരെ കൊണ്ട് പോകുമ്പോൾ ഈ കുളത്തിന്റെ അങ്ങോട്ട് എൻട്രൻസ് ഉണ്ടല്ലോ. അപ്പോൾ കുറെ കമ്പുകൾ കാട്ടുമരങ്ങളൊക്കെ വീണ് നടന്നിട്ട് അതിന്റെ കമ്പുകളൊക്കെ കിടപ്പുണ്ട്. ഞാൻ വളരെ വളരെ ശബ്ദമില്ലാതെ ഞാൻ ഫ്രണ്ടിൽ നടന്നു, പിള്ളേരൊക്കെ എല്ലാവരും ബാക്കിൽ നടന്നങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ടൈഗർ ഇതേപോലെ 6 മീറ്റർ ആകുന്നുള്ളൂ. ഇവനവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കണ്ടില്ല. ടൈഗർ എന്നെ കണ്ടില്ല. ഞാൻ അത്രയും ഷൂട്ട് ഉണ്ടെങ്കിലും ശബ്ദമില്ലാതെ തന്നെ ഞാൻ പോയത്. അപ്പോൾ ഒരു പയ്യന LLBക്ക് പഠിക്കുന്ന പയ്യന എൻ്റെ ആൾ തന്നെയാണ്. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ഇത്തിരി ഫാസ്റ്റിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പും ഉണക്കമ്പും ചവിട്ടിയപ്പോൾ ഉണ്ടല്ലോ കമ്പ് ഒടിഞ്ഞ ശബ്ദം ഇവൻ കേട്ടിട്ട് ഇവൻ അവിടെ നിന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുന്നതാണ് ടൈഗർ. ഞാൻ ടൈഗറിനെ നോക്കിയിട്ടില്ല, അങ്ങനെ നോക്കാൻ നിന്നില്ല. ഞാൻ പിള്ളേരെ നോക്കിയപ്പോഴത്തേനും 6 പേര് ഓടിക്കും. തിരിഞ്ഞു നോക്കുമ്പോ 6 പേര് ഓടി. അപ്പോൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇവിടെ വരുന്നത്. വഴി അറിയില്ല, എങ്ങാടാണ് ഇവര് പോയെന്നുള്ള പിന്നെ ആ ടെൻഷനായി എനിക്ക്. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ടൈഗർ അവിടെ നിന്നിട്ട് ടൈഗറിന്റെ ബാക്കാണ് ഞാൻ കാണുന്നത്. ഇവൻ നടന്നാട് ശബ്ദം ഇട്ട് കഴിഞ്ഞിട്ട് ഇവൻ അങ്ങനെ നടന്നാട് കൂളായിട്ട് പോകണം. ടൈഗർ അവിടെ കിടക്കണായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തില് വെള്ളം കുടിക്കാനായിട്ട് രാവിലെ കാട്ടുപോത്തും മാനും കൂട്ടും ഒക്കെ കൂടി വരും വെള്ളം കുടിക്കാൻ. അപ്പൊ ഇവനാ ഇത് ഫോക്കസ് ചെയ്ത് നിൽക്കണായിരുന്നു. ഇവിടെ കിടക്കണാണ് പതുങ്ങി. ആ സമയത്താണ് നമ്മൾ ഇന്ന് അവരെ ബുദ്ധിമുട്ടിച്ചത്. അപ്പൊ ഇവൻ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇത്ര അടുത്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നു. പിള്ളേരെല്ലാരും കറക്റ്റായിട്ട് വന്നു. എന്നോട് പറഞ്ഞു ഇനി പോകണ്ട, അങ്ങനെ റിസ്ക് അല്ല. അങ്ങനെ ഞാൻ പറയും നിങ്ങൾ എന്റെ ഒപ്പമല്ല വന്നത്, ഞാനാണ് നിങ്ങളെ കൊണ്ടുപോകണം. എന്റെ പുറകെ പോരുന്നു. ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഭയങ്കര നല്ല സംഭവമാണ്. അത് അവിടം വരെ കൊണ്ടുപോയി തിരിച്ചു വന്നു. അന്നാണ് ഞാനും ടൈഗറും കൂടെ തൊട്ടടുത്ത് ഒരു സംഭവം. കുറച്ച് നടക്കണം. ഈ മല കയറണം. അത് നേരെ കാണുന്നത്.